ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ഇമെയിൽ എനിക്ക് വന്നു. ഒരു വൈകിട്ട് ഒരു 3:30 ആയപ്പോൾ സമയത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ. 3:44 വന്നിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സോറി, ഇത് എവിടെ പോയി? ഷിയ ഇസ്ലാമിക് വാരിയേഴ്സ്, ഇതാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെത്ത് ടു ആരിഫ് ഹുസൈൻ കോ മൗത്ത് എന്ന് വെച്ചാൽ മരണം, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സാധനം. डॉक्टर आरिफ हुसैन हम भारत के शिया इस्लामी योद्धा हमारे महान नेता आयतुल्लाह अली हुसैनी खमनाई का अपमान करने के लिए शरिया कानून के तहत आपको मौत की सज़ा की घोषणा करते हैं. हमारे साइबर टीम ने केरल में आपके सटीक घर का पता ढूंढ लिया है और लखनऊ और हैदराबाद से हमारे सैनिक केरल पहुंच गए हैं. ओके, हमारे योद्धा तुम्हें अत्यंत क्रूर तरीके से यातना देंगे और मार डालेंगे तथा हमारा सिर काट देंगे और मार डाल के तथा तुम्हारा सिर काट देंगे. आपका सिर केरल के जनता के थूकने के लिए सार्वजनिक रूप से प्रदर्शित किया जाएगा. ഇതേതോ ഹിന്ദി പാട്ടിൻ്റെ ലിറിക്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇംഗ്ലീഷിൽ എഴുതിയിരിക്കണം, നമുക്ക് വായിക്കാം. ഡിയർ ഡോക്ടർ ആരിഫ് ഹുസൈൻ, യെസ്, we the Shia Islamic warriors of India declare the death penalty on you under Sharia law for insulting our great leader, the Ayatollah Ali Hussaini Khamenei. Our cyber team has located your exact home address in Kerala, and our soldiers from Lucknow and Hyderabad have reached Kerala. Our warriors will torture and kill you in the most brutal way possible and behead you. Your head will be displayed in public for the Kerala public to spit on. എൻ്റെ തലയിൽ അങ്ങനെ അറുത്ത് വെച്ചാൽ തുപ്പാൻ ധൈര്യമുള്ള എത്ര കോയമാർ ഈ കേരളത്തിലുണ്ടെന്നുള്ളത് ഒന്ന് കാണണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ കോഴിക്കോട് വന്ന് അവിടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാറില്ല, പോട്ടെ, അവർക്ക് എൻ്റെ വളരെ കൃത്യമായ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ എന്നിട്ട് അവർ തന്നെ ഇമേജൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, എന്നെ വെട്ടി താഴെ ഇട്ടിരിക്കുന്ന ഇമേജ്. സമാധാനപരമാണ്, ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മികച്ച സമാധാനം, കൊള്ളാം. പിന്നെ അടുത്തത് കേരള സ്റ്റോറി 3. നമ്മളിത് കേരള സ്റ്റോറി എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ഇവർക്ക് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹലാൽ കേരള സ്റ്റോറിയാണ്. എന്നിട്ട് അവരെ പേര് നമ്പർ ഇട്ടിരിക്കും, കേരള സ്റ്റോറി 3. ആരിഫ് ഹുസൈൻ കാ സിർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കഴുത്ത് വെച്ച് വെട്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നിട്ട് തുപ്പാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളെയാണ് ഈ കാണിക്കണത്. കൊള്ളാം. ഇത് പക്ഷേ ആർക്കും താടി മുടിയൊന്നുമില്ലല്ലോ, അതും ഹിജാബ് ഇടാത്ത പെണ്ണുങ്ങൾ, പിന്നെ അവർക്കൊക്കെ വന്ന് തുപ്പാനല്ലേ പരിപാടി.